ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് 8,000 രൂപ, പ്രസിഡന്റായാൽ 14,200 രൂപ, ബ്ലോക്കിലാണെങ്കിൽ അംഗത്തിന് 8,600 രൂപയും പ്രസിഡന്റിന് 15,600 രൂപയും, ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് 9,800 രൂപ, പ്രസിഡന്റിന് 16,800 രൂപ. ഇതാണ് ഓണറേറിയം. സിറ്റിംഗ് ഫീസ് ഇനത്തിൽ മാസം പരമാവധി 1,000 മുതൽ 1,250 രൂപ വരെ ലഭിക്കാം. ഇനി വലിയ ഗ്ലാമറൊക്കെയുള്ള കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്തായാൽ പോലും കിട്ടുന്നത് 15,800 രൂപ മാത്രമാണ്. പ്രസിഡന്റ് സ്ഥാനമോ മേയർ സ്ഥാനമോ കിട്ടിയാൽ കാർ കിട്ടുമെന്നതിനാൽ യാത്രാ ചെലവിൽ വരുന്ന വലിയ തുക ഒഴിവായി കിട്ടും. വർത്തമാനകാല ജീവിത ചെലവ് നോക്കിയാൽ നക്കാപ്പിച്ചാണ് അംഗങ്ങൾക്ക് നൽകുന്ന ഓണറേറിയം. പൊതുപരിപാടികൾക്ക് പുറമെ മരണത്തിനും പാലുകാച്ചിനും മുതൽ വോട്ടർമാർ ആശുപത്രിയിൽ കിടന്നാൽ അവിടെയുമൊക്കെ പോകേണ്ടി വരും മെമ്പർമാർക്ക്. അഴിമതിക്കാരാണെങ്കിൽ ഈ തുകയൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്ക് വേണമെങ്കിൽ കല്യാണത്തിനും മരണത്തിനും ആശുപത്രിയിലുമൊക്കെ ചെന്നാൽ തരം പോലെ 1,000-ഓ 5,000-ഓ ഒക്കെ വോട്ടർമാരുടെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുകയുമാവാം. അഴിമതിക്കാർക്കല്ലേലും ഈ നക്കാപ്പിച്ച കാശ് എന്താവാനാണ്. പക്ഷേ അഴിമതിരഹിതരായ മെമ്പറാണെങ്കിൽ പെട്ടത് തന്നെയാണ്. കിട്ടുന്ന ഓണറേറിയത്തിൽ നിന്നും വീട്ടുചെലവിനുള്ള കാശ് പോയിട്ട് സ്വന്തം ചെലവിനുള്ള കാശ് പോലും കിട്ടില്ല. വൃത്തിയായി തുണി ഉടുക്കാനും നാട്ടിലാകെ ഓടി നടക്കാനും കടം വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ മറ്റു വരുമാന വഴി വേണം. ഓണറേറിയം നക്കാപ്പിച്ചാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ വിമതന്മാരാവുന്നവരും നിന്ന നിലയിൽ പാർട്ടി മാറുന്നവരും മുതൽ ആത്മഹത്യാ ശ്രമവും ആത്മഹത്യയും വരെ നടത്തിയ ആളുകളുണ്ട്. ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാൻ മാത്രം ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് ഓർത്താൽ ഒരു പിടിയും കിട്ടില്ല. കിട്ടുന്ന ഓണറേറിയം അല്ല എന്നത് വ്യക്തമാണ്. അധികാരമാണ് പലരെയും മത്തുപിടിപ്പിക്കുന്നതെന്നതും വ്യക്തമാണ്. എന്നാൽ അഴിമതിരഹിതരായ അംഗങ്ങൾക്ക് മാന്യമായ ഓണറേറിയം നൽകേണ്ടേ? ജനപ്രതിനിധികളുടെ ഓണറേറിയം കൂട്ടേണ്ടേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്.